ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ വീണ്ടും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആദിലയും നൂറയും പിന്നെ അതേപോലെ തന്നെ അനിമോളും 3 പേരും കൂടി കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് ഇച്ചിരി ഉടായ്പ പരിപാടികളാണ്. എന്താണെന്നല്ലേ പറയാം. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുക്കുന്നു, പിന്നെ നാരങ്ങ എടുക്കുന്നു, എന്നിട്ട് അവരുടെ ആ ഒരു വെള്ളം നിറയ്ക്കുന്ന ബോട്ടിലിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഐസ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുന്നു, സർബത്തുണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ ഇത് കലക്കി വെക്കുന്ന ഇപ്പൊ ലൈവിൽ കാണിച്ചിരുന്നു. ഇത് കലക്കി ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. എപ്പിസോഡിന്റെ അകത്ത് അത് അവര് എടുത്തു കുടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നല്ല നല്ല തണുത്ത ജ്യൂസ് കുടിച്ചിട്ട് അനുമോളുടെ ഒരു എക്സ്പ്രഷനൊക്കെ കാണണമായിരുന്നു. ഇത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഇത് നല്ല രീതിയിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒന്നാമത് നമ്മുടെ ആര്യൻ അവിടെ നിപ്പുണ്ടായിരുന്നു. ആര്യൻ ഇവരെ പൊക്കുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, നിങ്ങളുടെ മുഖത്ത് കള്ളലക്ഷണം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം ആര്യം പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ അവിടെ നിന്ന് കാണുന്നുണ്ട് ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട്. അപ്പൊ ഇത് അക്ബറിന്റെ ആരുടെയിലൊക്കെ ചെവിയിൽ ആര്യൻ ഇത് എത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഫൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ആകെ കൂടെ 12 നാരങ്ങയോ മറ്റോ ആണ് അവർക്ക് റേഷനായിട്ട് ലഭിച്ചത്. അപ്പൊ അതിനകത്ത് പ്രവീണിന്റെ നാരങ്ങയുണ്ട്, അതേപോലെ തന്നെ ജിഷിന്റെ നാരങ്ങയുണ്ട്. എല്ലാവരും തന്നെ റേഷനായിട്ട് കിട്ടിയിരിക്കുന്ന ലെമൺസ് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ക്യാരറ്റ് കള്ളി എന്ന് വിളിച്ച പോലെ തന്നെ നാരങ്ങ കള്ളി എന്നും ഉള്ളൊരു വിളിപ്പേര് അനുമോള് കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത്തവണ അനുമോൾ ഒറ്റയ്ക്കൊന്നുമല്ല, നൂറയും ആദിലയും കൂടെ ഉണ്ട്. ഇവര് വീണ്ടും ഒറ്റക്കെട്ടായെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊരു സംഭവം എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. എന്താവും ഏതാവും എന്നൊക്കെ കണ്ടറിയാം.